ഇടതുപക്ഷ MLA PV അൻവറിൻ്റെ വെളിപ്പെടുത്തൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ വീണു. ADGP അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെയും വളരെ കടുത്ത ആരോപണമാണ് PV അൻവർ നടത്തിയിട്ടുള്ളത്. നേരത്തെ പല വിവാദ പ്രസ്താവനകളിലും വന്നു പെട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ് PV അൻവർ. എന്നാൽ നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ കാരണം മലപ്പുറം SP ക്വാർട്ടേഴ്സിന് മുമ്പിൽ അദ്ദേഹം ഒരു കസേരയിട്ട് ചില പോസ്റ്ററുകൾ ഇടതും വലതും വെച്ച് ഒറ്റയ്ക്കിരുന്ന് പൊരുതുന്നവരുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അദ്ദേഹം അപ്പോൾ പറഞ്ഞത് താനെ മലപ്പുറം SP ഇപ്പോൾ അവിടുത്തെ SP ആയിരിക്കുന്ന ശശിധരൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അകത്തുള്ള ചില മരങ്ങൾ വെട്ടുനീക്കി കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ചുവട് കാണണം, അത് സർക്കാർ പ്രോപ്പർട്ടിയാണ്, അവിടുന്ന് യഥേഷ്ടം തോന്നുന്നത് പോലെ വിലപിടിപ്പുള്ള മരം വെട്ടിക്കൊണ്ടുപോയി തൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അവകാശമില്ല. ആ സ്ഥലത്തിലെ ആ മരങ്ങളുടെ ചുവട് അതവിടെ ഉണ്ടാവും. അത് നേരിൽ കണ്ട് പരിശോധിക്കാനാണ് PV അൻവർ അവിടെ പോയി. പക്ഷേ അദ്ദേഹത്തിനെ തടഞ്ഞു പോലീസ്. കോമ്പൗണ്ടിനകത്ത് കയറ്റിയില്ല. അതിനാണ് അദ്ദേഹം ഒരു കസേരയിട്ട് ഒറ്റയാൾ സമരം നടത്തിയ കാഴ്ച. CPMൻ്റെ ഒരു സ്വതന്ത്ര MLA തന്നെയാണ് PV അൻവർ. വളരെയധികം വിവാദമായ പല സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു. ഇപ്പം പറഞ്ഞിരിക്കുന്ന ആരോപണം സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. വളരെ സീരിയസ് ആയ ആരോപണമാണ്. കേരളത്തിലെ പോലീസിനെ നയിക്കാൻ DGP ഉണ്ടെങ്കിലും അധികാരം കൈയാളുന്നത് ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ തന്നെയാണ്. അദ്ദേഹം കവടിയാറിലിപ്പം 1-2 വീടുകൾ വെക്കുന്ന ആരോപണം പുറത്തു വന്നിരിക്കുന്നു. കവടിയാർ നമുക്കറിയാം, കവടിയാർ ട്രാവൻകൂർ കൊട്ടാരത്തിൻ്റെ ഏകദേശം 42 ഏക്കർ അവിടെ ഉണ്ടായിരുന്നു. അതിന് കോമ്പൗണ്ട് ഹോൾ കെട്ടിയിട്ടുണ്ട്. ആ കോമ്പൗണ്ടിനകത്താണ് ആദ്യം ഇൻകം ടാക്സിൻ്റെ ഒരു കെട്ടിടം നമ്മൾ കാണുന്നത്. തൊട്ടിപ്പുറത്തെ 1-2 റിട്ടയർഡ് DGPമാരും അവിടെ വീട് വച്ചിട്ടുണ്ട്. അത് കൊട്ടാരത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചതാണോ കൊട്ടാരം ഫ്രീ ആയിട്ട് കൊടുത്തതാണോ നമുക്കറിയില്ല. ഇപ്പം അതിനടുത്ത് തന്നെ 2 പ്ലോട്ട് ADGP വാങ്ങിച്ചിരിക്കുന്നു. കവടിയാറ് കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്ഥലം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വെള്ളയമ്പലം കവടിയാർ ഭാഗത്ത് തന്നെയാണ്. കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനകത്താണ് 10 സെൻറ്റും 12 സെൻറ്റും 2 പ്ലോട്ടുകൾ ADGP വാങ്ങിച്ചത്. അദ്ദേഹം അവിടെ 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയാനുള്ള പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവ് ചെയ്ത് വന്നു. അതിൻ്റെ ബേസ്മെൻറ്റിലെ കാർ പാർക്കിങ്ങും ഗസ്റ്റ് റൂമുമാണ്. 2, 3, 4 2, 3, 4 അല്ലെങ്കിൽ 1, 2, 3 ഫ്ലോറിലാണ് ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. MR അജിത് കുമാറിൻ്റെ പേര് തന്നെയാണ് പെർമിറ്റ് കിട്ടിയിരിക്കുന്നത്. 4-5 കോടി രൂപയുടെ വീടാണ് മിനിമം. അത്രയും പണം ഉണ്ടെങ്കിൽ മാത്രമേ പണിയാൻ ഒക്കുള്ളൂ. ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ വരുമാനം എന്താണ്, എത്രയാണ്, അദ്ദേഹത്തിന് ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലം വാങ്ങാൻ പറ്റുമോ? അതൊക്കെ ഒരു വിജിലൻസ് എൻക്വയറിയിൽ അവസാനിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം അനുസരിച്ചുള്ള ഒരു സ്ഥലം വാങ്ങിയതാണോ നടന്നത്? അതനുസരിച്ചുള്ളൊരു കെട്ടിടം, അത്രയും വിലപിടിപ്പുള്ള സ്ഥലത്തിൻ്റെ അവിടെ ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന കെട്ടിടം വെക്കാനുള്ള ത്രാണി അദ്ദേഹത്തിനുണ്ടോ? ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും, പോലീസ് അന്വേഷിക്കും. അത് അൻവർ പറഞ്ഞ ആരോപണത്തിൻ്റെ കൂടെയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട്
അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, അതിനുള്ള സോഴ്സ് ADGPക്ക് ഉണ്ടോ, അദ്ദേഹം സർവീസിൽ കയറി എന്നും അതിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ, ആ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം വാങ്ങിച്ച സ്ഥലങ്ങൾ, അദ്ദേഹം അതിൻ്റെ സോഴ്സുകൾ, ഈ ശമ്പളം അല്ലാതെ ഏതെങ്കിലും വരുമാനം അദ്ദേഹത്തിനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ, അതിൽ ഇത്രയും വലിയൊരു വീട് വെക്കാനുള്ള പരുവ് അദ്ദേഹത്തിനുണ്ടോ, അതിന് വരുമാനമുണ്ടോ എന്നുള്ള കാര്യം ഒരു വിജിലൻസ് എൻക്വയറിയിൽ അവസാനിക്കുകയുള്ളൂ. മറ്റൊരു കാര്യവും അദ്ദേഹത്തിൻ്റെ ജൂനിയറായ SP റാങ്കിലുള്ള സുജിത് ദാസുമായിട്ട് ചില റിഫ്റ്റുകളുണ്ടായി. സുജിത് ദാസിനെതിരായിട്ട് ആരോപണം വന്നു. മലപ്പുറത്ത് സുജിത് ദാസ് SP ആയിരിക്കുമ്പം SP-യുടെ വസതിയിലകത്തുണ്ട അവിടുത്തെ ചില തേക്ക് മരങ്ങളും മറ്റു വിലപിടിപ്പുള്ള മരങ്ങളും അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് പോയി. അത് സത്യമായ ഒരു കാര്യമാണ്. അവിടെ അടുത്തെങ്ങാണ്ടുള്ള ഈർച്ച മില്ലുകളിൽ ഇത് അറുത്ത് ഉരുപ്പടിയാക്കി അത് സുജിത് ദാസിൻ്റെ വീട്ടിൽ ഫർണിച്ചറിന് കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി. അതുപോലെ ഡൈനിങ് ടേബിള് ADGP അജിത് കുമാറിൻ്റെ വീട്ടിലും ഉണ്ടാക്കി ഇട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വീണ്ടും നമ്മളൊരു സംഗതി കാണുന്നത് അൻവറിനോട് കെഞ്ചുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കരുത്. ആരോപണം ഉന്നയിച്ചാൽ എന്താണ്, നിരപരാധിയെങ്കിൽ അതിനകത്ത് കഴമ്പില്ല, എന്തിനാ പേടിക്കുന്നത്? പക്ഷെ അദ്ദേഹത്തിൻ്റെ യാചന അൻവറിനെ കാല് പിടിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങളോട് എൻ്റെ സർവീസ് കാലഘട്ടം മുഴുവൻ ഞാൻ വിധേയനായിരിക്കും, ഞാൻ DGP വരെ എത്തുന്ന ആളാണ്, ആ വിധേയത്വം എപ്പോഴും ഉണ്ടാവും എന്ന് ഈ പത്തനംതിട്ട SP അൻവർ MLA കാല് പിടിച്ച് പറയുന്ന ഇത് നമ്മൾ കണ്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ബെഗ്ഗിങ് ആണ്, ഒരു അപേക്ഷയാണ് അൻവറിൻ്റെ അടുത്ത് നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥന് നീതിമാനാണെങ്കിൽ ആരോടും കടപ്പാടില്ല, അയാൾക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം, ധൈര്യസമേതം ചെയ്യാം. അങ്ങനെയാണ് പൊതുജനങ്ങളോടുള്ള കടമ നിർവഹിക്കേണ്ടത്. രാഷ്ട്രീയക്കാരെ ഇങ്ങത്തെത്തുന്നതിനനുസരിച്ച് ചലിക്കുന്ന ഒരു നാവും ചലിക്കുന്ന ഒരു കൈയും ആകാൻ പാടില്ല. പക്ഷേ ഇവിടെ സുജിത് ദാസ് എന്ന IPS ഓഫീസർ അദ്ദേഹം ഒരു MLA മുമ്പിൽ കെഞ്ചുന്നത്, തൻ്റെ അഭിമാനം പോയത് പോട്ടെ, ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അഭിമാനം കളഞ്ഞ് ഒരു സംസാരം അവിടെ നടത്തരുത്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നടത്താൻ പാടില്ല. ഭരണഘടന അനുസരിച്ച് അവരവരുടെ ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും നീതിയുക്തമായി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഈ IPS ഉദ്യോഗസ്ഥരും IAS ഉദ്യോഗസ്ഥരും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. പക്ഷേ ഇവിടെ കുറ്റം ചെയ്തിട്ട് കെഞ്ചുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള റിപ്പോർട്ട് വന്നു. അദ്ദേഹം 2-3 ദിവസം കൊണ്ട് ലീവ് എടുക്കാൻ പറഞ്ഞു, ഒരു സസ്പെൻഷനിലേക്ക് പോകും. ഇദ്ദേഹം നേരത്തെ കസ്റ്റംസിലെ എന്തോ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീട് IPS കിട്ടി വന്നതാണെന്നും കണ്ടു. പക്ഷേ അദ്ദേഹവും ADGPയും തമ്മിലുള്ള റിഫ്റ്റ് മരം മുറിച്ചതല്ല, അത് വേറെ ഇഷ്യൂ ആണ്. കാരണം അൻവർ പറഞ്ഞു ഒരു കൊലപാതകത്തിന് സമാധാനം പറയേണ്ട ഒരു ADGP, അതിനും വലിയൊരു സംഭവം അവിടെ ഉണ്ട്. അവിടെ ഒരു പോലീസ് കസ്റ്റഡിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ജിഫ്രി എന്ന് പറഞ്ഞ ആ പയ്യൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദി അന്നിരുന്ന മലപ്പുറം SP-യും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രഗ്സ് പിടിക്കുന്ന ഒരു സ്ക്വാഡിലെ ആൾക്കാരുമാണ് എന്നും അതിന് ഒരു SIയെ വിക്ടിമൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നും ആ SI ആ മലപ്പുറത്തുനിന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പം ലീവ് എടുത്ത് സ്ഥലം വിട്ട് പിന്നാലെ സസ്പെൻഷൻ വരികയും ചെയ്തു. ആ SI നിരപരാധി എന്നാണ് പൊതുവെ പറയുന്നത്. CBI അതുകൊണ്ട് SIയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 4 പോലീസുകാരെ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ADGPക്ക് വസ്തുതകൾ അറിയാം എന്താ നടന്നതെന്ന്. പക്ഷേ അതാണോ റിഫ്റ്റ് തുടങ്ങാൻ കാരണം? ഇദ്ദേഹം നേരത്തെ കസ്റ്റംസിലെ
ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സ്വർണം പൊട്ടിക്കുന്നതിന് ഇദ്ദേഹം അറിയാതെ മലപ്പുറം ഏരിയയിൽ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ കോഴിക്കോട് ഏരിയയിലും നെടുമ്പാശ്ശേരി ഏരിയയിലൊന്നും പൊട്ടിക്കാൻ കഴിയില്ല. അതിൻ്റെ വീതങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് ആരോപണം വന്നിട്ടുണ്ട്. സത്യസ്ഥിതി ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വളരെ സീരിയസ് ആയ ആരോപണങ്ങൾ എ ഡി ജി പിയുടെ മുകളിലും എ ഡി ജി പിയുടെ പുറത്തും സുജിത് ദാസ് പത്തനംതിട്ട എസ് പിയുടെ പുറത്തും വന്നു കഴിഞ്ഞു. ഇത് രണ്ടും കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും. എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം എന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നു. താൻ നിരപരാധിയാണ്, അതുകൊണ്ട് ഒരു അന്വേഷണം എന്തായാലും വരും. രണ്ടാമത് അതിനോടൊപ്പം അൻവർ പറഞ്ഞ അമിതമായ പണം എവിടുന്ന് കിട്ടി എന്ന് സമാധാനം പറയേണ്ടി വരും. ഈ കവടിയാർ പണിയുന്ന കെട്ടിടത്തിൻ്റെ സ്ഥലം വാങ്ങിച്ച 10 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലും 12 സെൻറ്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെ പേരിലുമാണ്. 22 സെൻറ്റ് സ്ഥലം കവടിയാറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ 6-7 കോടി രൂപയുടെ ആയി. ഇനി വീട് വെക്കണം. വീട് വെക്കുമ്പം 10-20 ആ പണികളെല്ലാം ചെയ്തു വരും. 10-20 കോടിയുടെ വീട് പണിയേണ്ടി വരും. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. അതിനെതിരായിട്ട് ഒരു വിജിലൻസ് എൻക്വയറിക്ക് ഓർഡർ ഇടേണ്ടി വരും. മുഖ്യമന്ത്രി അത് ചെയ്യുമെന്ന് കരുതുന്നു. അൻവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പഠിച്ചുകൊണ്ട് തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. തനിക്കൊരു തോക്ക് വേണം, അതിന് ലൈസൻസ് വേണം. കാരണം ഇതുപോലെയുള്ള ആരോപണങ്ങൾ പറയാൻ അല്പസ്വല്പം ധൈര്യമൊക്കെ വേണം. അൻവർ ആ ധൈര്യം കാണിച്ചു. അൻവറിൻ്റെ പിന്നിൽ ആരാണ് CPM-ന്റെ പാർട്ടികളിലുള്ളത് എന്നറിയില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളിയിലേക്ക് വരും എന്ന് കരുതുന്നു.